ഭഗവാൻ നമ്മുടെ ഉള്ളിലുമുണ്ട്. പണ്ടൊരു ഗുരു പറഞ്ഞു കൊടുത്തു ശിഷ്യന്, ശിഷ്യ തത്വമസി. ഗുരു എന്താ അർത്ഥം? നീ ബ്രഹ്മമാകുന്നു. ഓഹോ, കേമാണല്ലോ. എന്നാല് ഞാൻ ഇതുവരെ വിചാരിച്ചു ഞാനൊരു പൊട്ടനാകുന്നു എന്ന്. ഇപ്പം ബോധം വന്നു എനിക്ക്, ഞാനൊരു പൊട്ടനല്ല, ഞാനൊരു ബ്രഹ്മമാകുന്നു. ശരി, അറിവൊക്കെ കിട്ടി. ഗുരു പോയിട്ട് വരാട്ടോ വന്നു. ഗുരു പറഞ്ഞു, ഒരു കാര്യം കൂടി പറയാനുണ്ട്, പിന്നെ പറയാമെന്ന് പറഞ്ഞു. പുറത്തിറങ്ങിയതും വഴിയിലൂടെ പോകുന്ന സമയത്ത് കേട്ടിട്ടുണ്ടാവും, അപ്പോഴാണ് ഭയങ്കര ബഹളം. എന്താണ്? എറണാകുളത്ത് ആന വരണ്ടൂന്ന്. ആ കേൾക്കുന്ന സമയത്ത് അവിടുന്ന് ഒരാളെ വിളിച്ചു പറയുന്നുണ്ട്, മാറിക്കോളോ മാറിക്കോളോ, ആന വരണ്ട് വരുന്നുണ്ട് എന്ന്. ആനയുടെ മുകളിലിരുന്ന് പാപ്പാൻ വിളിച്ചു പറയാണ്. ഉടനെ ചങ്ങാതി പറയാണ്, സുഹൃത്ത്, പാപ്പാൻ എൻ്റെ ഗുരു പറഞ്ഞിരിക്കുന്നു ഞാനൊരു ബ്രഹ്മമാണെന്ന്. തൻ്റെ ആനയ്ക്കത് മനസ്സിലാവണം, മാറിക്കോളും തൻ്റെ ആന എന്ന്. ഉടനെ പാപ്പാൻ അവിടെ കയറിയിരുന്നിട്ട് പറഞ്ഞു, എടോ ബ്രഹ്മമേ, നീ മാറിയിട്ടില്ലെങ്കിൽ ഇതാകെ ഭ്രമത്തിലിരിക്കുകയാണ്, അതിന് ബ്രഹ്മം എന്നുള്ളത് ബോധമൊന്നുമില്ല. എൻ്റെ ഗുരു പറഞ്ഞത് ഒരിക്കലും പിഴക്കില്ല. പിഴക്കണ്ട, അവിടെ കിടന്നോ. ആന വന്നു, തുമ്പിക്കൈ കൊണ്ടൊരു എടുക്കലൊരു ഏറും ഇല്ല, അധികമൊന്നും പോയില്ല, രണ്ടല്ലേ പൊട്ടിയുള്ളൂ, ചത്തില്ല. എങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയൊക്കെ നേരെയാക്കി. ആദ്യം ചെയ്തത് ആ ഗുരുവിനെ ഒന്ന് കാണട്ടെ എന്ന്. ആശ്രമത്തിൽ ചെന്നു, ഗുരുവിൻ്റെ താടി പിടിച്ചു. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഗുരുക്കന്മാർ താടി വയ്ക്കാത്തത്. കാരണം ചിലർക്ക് താടി പിടിക്കാൻ തോന്നുന്നു. താടി കയറി പിടിച്ചു. തോന്നിവാസത്തിന് ഒരു അതിരുണ്ട് കേട്ടോ. തോന്നിവാസം പറയും ബ്രഹ്മമാണത്രേ. എന്നിട്ട് ആന തൂക്കിയിട്ട് രണ്ടെല്ലാം പൊട്ടിയിരിക്കുന്നത്, ബ്രഹ്മത്തിൻ്റെ എല്ല് പൊട്ടുമോ? ഉടനെ ഗുരു പറഞ്ഞു, ശിഷ്യ, ഞാൻ വലിയ തെറ്റാ ചെയ്തത്. എന്ത് തെറ്റാ നിങ്ങൾ ചെയ്തത്? ഞാനൊരു കാര്യം കൂടി പറയാനുണ്ടായത് പറഞ്ഞില്ല. അതെന്താണ്? നീ മാത്രമല്ല ബ്രഹ്മം. നിന്റെ അടുത്തേക്ക് ഓടി വരുന്ന ആനയും ആനപ്പാപ്പാനും ഒക്കെ ബ്രഹ്മമാണ്. അപ്പൊ ആനയുടെ അവസ്ഥ, ആനയാകുന്ന ബ്രഹ്മത്തിന്റെ അവസ്ഥ അതിൻ്റെ മുകളിലിരിക്കുന്ന പാപ്പാൻ അറിയാം. ആ ബ്രഹ്മം പറഞ്ഞത് നീ കേട്ടില്ലല്ലോ, അതുകൊണ്ടല്ലേ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ, ഈശ്വരൻ എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ട് അങ്ങോട്ട് ധരിക്കുക. ഭഗവാൻ വന്ന് രക്ഷിക്കുന്നു. ഭഗവാൻ എന്താ പോലെ ചെലവുണ്ട് രക്ഷിക്കണ്ടേ? അങ്ങനെയൊക്കെ അങ്ങോട്ട് ധരിച്ചിട്ട് നിങ്ങൾ അമ്പലത്തിൽ പോയാൽ അവിടെ ഇരിക്കുന്നേ ഉണ്ടാവുള്ളൂ. ഭഗവാൻ വളരെ വിവേകത്തോടുകൂടി പറയുന്നത്, നിങ്ങൾ എത്രത്തോളം പ്രീതിയോടുകൂടി എന്നെ ഭജിക്കുന്നുണ്ടോ അത്രത്തോളം ഞാൻ നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് ഞാൻ മുൻകൂട്ടി കാണിച്ചു തരും. ഞാനൊരു വഴികാട്ടി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വരാൻ പോകുന്നുണ്ട്, വേണ്ടടുത്ത് മാറേണ്ടി വരും, വേണ്ടടുത്തൊക്കെ നമ്മൾ കൂടേണ്ടി വരും. അങ്ങനെ നമുക്ക് ബുദ്ധിയോഗം കിട്ടുമ്പോൾ ഭഗവാൻ പറയണു, അങ്ങനെ ഒരാൾ ഞാൻ പറയുന്ന രീതിയിൽ, ഞാൻ കാണിച്ചു കൊടുക്കുന്ന വഴിയിലൂടെ ഒരാൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കിട്ടും, നമുക്കത് തീർച്ചയായിട്ടും വഴി തെളിഞ്ഞു കിട്ടും. അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയാൽ അടുത്ത ശ്ലോകത്തിൽ പറയാണ്, തേഷാം അഹം, ഞാൻ വീണ്ടും അവർക്ക് എന്ത് ചെയ്യും? ഏവാനുകമ്പാർത്ഥം, അവരോടുള്ള അനുകമ്പ കൊണ്ട്, കാരുണ്യം കൊണ്ട് ഞാൻ അവരുടെ ഉള്ളിലുള്ള അജ്ഞാനമാകുന്ന തമസ്സിനെ, ഇരുട്ടിനെ നാശയാമി ആത്മഭാവസ്ഥ, അവരുടെ ഉള്ളിലിരുന്നു കൊണ്ട് അവരുടെ അന്ധകാരത്തെ, അവിവേകത്തെ, അജ്ഞാനത്തെ ഞാൻ തന്നെ നീക്കിക്കൊടുക്കുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഭഗവാൻ നമുക്ക് തരുന്നത് എന്താണ്? ഭഗവാൻ നമുക്കൊരു വഴികാട്ടിയിട്ട് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്. പക്ഷേ ആർക്കേ വഴികാട്ടിയിട്ട് കൂടെ ഉണ്ടാവുള്ളൂ? എല്ലാവരുടെ കൂടെയൊന്നും ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. എല്ലാവരുടെ ഉള്ളിലും ഉണ്ടെങ്കിലും വഴികാട്ടിയാവുന്നത് ആരാണോ പ്രീതിയോടുകൂടി ഭജിക്കുന്നത്. ഇപ്പോഴിതാ ബ്രഹ്മാവ് വളരെ പ്രീതിയോടുകൂടിയിട്ട് ആ ഭഗവാനെ ഭജിച്ചു. ആ വിവേകമുള്ള മനസ്സ് ഭജിച്ചു, അദ്ദേഹത്തിന് വെളിപ്പെട്ടു. അങ്ങനെ ഭഗവാൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ബ്രഹ്മാവേ, അങ്ങ് ഈ കാര്യം മനസ്സിലാക്കൂ. എന്താണ്? എങ്ങനെയാണ് സൃഷ്ടി ചെയ്യേണ്ടത്, ഏത് തത്വത്തിൽ ഉറപ്പിച്ചുകൊണ്ടാണ് അങ്ങയുടെ സൃഷ്ടിക്രമങ്ങൾ ചെയ്യേണ്ടത് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് ചതുശ്ലോകി ഭാഗവതം. ഭാഗവതത്തിലെ 9-ാമത്തെ അധ്യായം, 2-ാമത്തെ സ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായത്തിൽ 32, 33, 34, 35 ശ്ലോകങ്ങൾ. ഇത് ഭാഗവതം പഠിക്കുന്നവർ മനഃപ്പാഠമാക്കി വെക്കണം. ഇതാണ് ചതുശ്ലോകി ഭാഗവതം. ഇത് എളുപ്പമാണ് മനസ്സിലാക്കാൻ. നിങ്ങൾക്ക് ദിവസവും ഭാഗവതം അനുസ്മരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ശ്ലോകം ചൊല്ലിയാൽ മതി. രാവിലെ എണീറ്റ് 4 ശ്ലോകം ചൊല്ലാൻ എത്ര സമയമെടുക്കും? ഇത് ചൊല്ലിയാൽ മതി. ചൊല്ലാം. അഹമേവാസമേവാഗ്രേ നാന്യദ്യസതസത്പരം പശ്ചാദഹം യദേതശ്ച യോവശിഷ്യേദസോസ്മ്യഹം
ഹൃദേർത്ഥം യത് പ്രദീയേത ന പ്രദീയേത ചാത്മനി തദ്വിദ്യാദാത്മനോ മായാം യഥാ ഭാസോ യഥാത്തമാ യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ചാവദേശ്വനോ പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തദാ തേഷു ന തേഷ്വഹം ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മനാം അന്വയവ്യതിരേകാഭ്യാം യസ്യാൽ സർവത്ര സർവദാ. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം? ഇത് ഉൾക്കൊണ്ടാൽ എന്താ ഗുണം? ഭഗവാൻ പറയാണ് ഇതിൻ്റെ റിസൾട്ട്. ആദ്യം ഇഫക്റ്റ് പറയാണ്, പിന്നെ റിസൾട്ട് പറയാണ്. എന്താണത്? ഏതന്മതം സമാദിഷ്ട പരമേണ സമാധിന ഭവാൻ കൽപ്പവികൽപേഷു ന വിമുഹ്യതി കരിഹിജിൽ. കരിഹിജിൽ ഒരിക്കലും വിമുഹ്യതി, ജീവിതത്തിൽ ഒരിക്കലും അങ്ങക്ക് തളരേണ്ടതില്ല, ജീവിതത്തിൽ ഒരിക്കലും കരയേണ്ടി വരില്ല. ആർക്ക്? ഏതൻ മതം സമാധിഷ്ഠ. ഞാൻ ഈ പറഞ്ഞതിനെ നല്ലവണ്ണം ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങ് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങയുടെ ജീവിതത്തിൽ ഒരിക്കലും തളരേണ്ടി വരില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ? അപ്പം ജീവിതത്തിൽ ഒരിക്കലും തളരേണ്ടതില്ലാത്തൊരറിവാണ് ചതുശ്ലോകി ഭാഗവതത്തിലൂടെ ഭഗവാൻ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തത്. എന്താണത് പറയുന്നത്? അഹമേവാസമേവാഗ്രേ നാന്യദ്യ സദസൽപരം പശ്ചാദഹം യദേതശ്ചാം യോ വശിഷ്യേതസോസ്മ്യഹം ഹൃദേത്തം യത് പ്രദീയേത ന പ്രദീയേത ചാത്മനി തദ്വിദ്യാലാത്മനോ മായം യഥാ ഭാസോ യഥാ തമാം യഥാ മഹന്തി ഭൂതാനി ഭൂതേഷു ചാവദേശ്വനോ പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തദാ തേഷു ന തേഷ്വഹം ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മനാ അന്വയ വ്യതിരേകാഭ്യം യസ്യാൽ സർവത്ര സർവദാ. അഹമേവ ആസം അഗ്രേ. അഗ്രേ ബ്രഹ്മാവേ, അഗ്രേ. അഗ്രേ എന്ന് പറഞ്ഞാൽ അഗ്രം. വളരെ ലളിതമാണ് ഈ സംസ്കൃതമൊക്കെ. നിങ്ങൾ വിചാരിക്കേണ്ട അത്ര പ്രയാസമുണ്ടെന്ന്. നമ്മൾ അഗ്രം എന്ന് പറയാറില്ലേ? അറ്റം. ഇവിടെ അർത്ഥം തുടക്കത്തിൽ, ആരംഭത്തിൽ. ഏതിൻ്റെ ആരംഭത്തിൽ? സത്ത് അസത്ത്, സത്തിൻ്റെയും അസത്തിൻ്റെയും. എന്താ സത്ത് അസത്തൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം സത്തിൻ്റെയും അസത്തിൻ്റെയും ആരംഭത്തിൽ അഹമേവ അഗ്ര ആസീത്. അഹം ഏവ, ഞാൻ മാത്രമാണ് ആസീത്, ഉണ്ടായിരുന്നുള്ളൂ. സെന്റൻസ് ക്ലിയർ ആയല്ലോ? സത്തിൻ്റെയും അസത്തിൻ്റെയും ആരംഭത്തിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആര് എന്തെന്നൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം ആ അക്ഷരങ്ങൾ എന്താണ്, പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാം. ഇനി ഭഗവാൻ പറയുന്നു, ഇനി സത്തും അസത്തും അതിൻ്റെ ആരംഭത്തിലാണല്ലോ പറഞ്ഞത്. ഇനി അതിനുശേഷമോ? പശ്ചാത്, അതിനുശേഷവും ഞാൻ മാത്രമാണ്. പശ്ചാത്തഹം, അപ്പോഴും ആരുണ്ട്? ഞാനുണ്ട്. ഇനി ഭഗവാൻ വീണ്ടും പറയാണ്, ഇനി ഈ സത്തും അസത്തും വീണ്ടും പോയി കഴിഞ്ഞാൽ യോ അവശിഷ്യതേ, ആരാ അവശേഷിക്കുന്നത്? ഭഗവാൻ പറയുന്നു, അഹമേവ അസ്മി, ഞാൻ മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പൊ ഇവിടെ 3 കാലങ്ങൾ. ഏതൊക്കെ? കഷ്ടകാലം, നല്ല കാലം. ഈ കാലങ്ങളൊന്നല്ലേ പറയുന്നത്? ഇവിടെ പറയുന്നത് ഭൂതം, വർത്തമാനം, ഭാവി. ഭഗവാൻ പറയുന്നു, എല്ലാം സത്തും അസത്തും ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനേ ഉള്ളൂ, അത് ഉണ്ടായതിന് ശേഷവും ഞാനുണ്ട്. ഇനി എല്ലാവരും പോയി കഴിഞ്ഞാൽ, ഒരു സ്കൂളിലെ ടീച്ചർ പറയുന്നത് പോലെ, LKG ക്ലാസ്സിൽ ടീച്ചർ പറയുന്നത് പോലെ, ഈ കുട്ടികൾ വരുന്നതിന് മുമ്പ് ഞാൻ ടീച്ചറായിരുന്നു, ഇവർ വന്നിരിക്കുമ്പോഴും ഞാൻ ടീച്ചറാണ്. ഇനി ഇവർ അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കിട്ടിയാലും ഞാൻ അപ്പോഴും LKG ടീച്ചറാണ്. ഞാൻ എന്നും ടിങ്കിൾ ടിങ്കിളേ പറയാറുള്ളൂ. ടീച്ചർക്ക് പ്രൊമോഷൻ ഇല്ല,
അതാണല്ലോ കുട്ടി പറഞ്ഞത്. തീരെ ക്ലാസ്സിൽ പഠിക്കാത്തതാരാടാ കൂട്ടാ നിന്റെ ക്ലാസ്സിൽ? ടീച്ചർ മാത്രം. അങ്ങനെ ടീച്ചർക്ക് ഇന്നവരെ പ്രൊമോഷൻ കിട്ടിയിട്ടില്ല, അതേ ക്ലാസ്സിൽ തന്നെയാണ് പാവം. ഇതുപോലെ ഭഗവാൻ ഇങ്ങനെ തന്നെയാണ് പറയുക, ഭക്തന്മാർ വരുന്നതിന് മുമ്പ് ഞാനേ ഉള്ളൂ, പിന്നെ അതിനുശേഷം തിരുമേനി വരും, പിന്നെ അതിനുശേഷം ഭക്തന്മാർ വരും, സത്തും അസത്തും. ഇനി അവരൊക്കെ പോയി കഴിഞ്ഞാലും അവശേഷിക്കുന്നത് ഞാൻ മാത്രം. ഇതാണോ അർത്ഥം? എന്താ അതിൻ്റെ സൂക്ഷ്മാർത്ഥം? ആദ്യം നമ്മൾ പ്രകൃതിയുടെ ഒരു നിയമം നോക്കാം. പ്രകൃതി എന്ന് പറയുന്നത് കാര്യകാരണ സംബന്ധമാണ്. ഇതിനെ പറയും കോസ് ആൻഡ് ഇഫക്റ്റ് എന്ന്. കാര്യ കാരണം, എല്ലാറ്റിനും പിന്നിലൊരു കാരണമുണ്ടായിരിക്കണം. കാരണത്തിൽ നിന്നേ കാര്യമുണ്ടാവുകയുള്ളൂ. ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് വന്നതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട് അല്ലേ? ഏതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. നിങ്ങൾ പറയാറ് അങ്ങനെയാണല്ലോ, വർത്തമാനം പറയുമ്പോഴും എന്തെങ്കിലും ഒരു വിഷമമുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ വിഷമം, അതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടാവും. ഉദാഹരണത്തിന് നമ്മൾ ആചാര്യന്മാർ ഉപയോഗിക്കുന്ന ഉദാഹരണങ്ങൾ എടുക്കാം. മൺപാത്രം, അതാണ് സാധാരണ പറയുക. മണ്ണിൻ്റെ പാത്രങ്ങൾ അല്ലെങ്കിൽ മണ്ണുകൊണ്ടുണ്ടാക്കുന്ന വിഗ്രഹങ്ങൾ ഏതിൽ നിന്നുണ്ടായി? മണ്ണിൽ നിന്നുണ്ടായി. അപ്പം മണ്ണ് കാരണവും വിഗ്രഹങ്ങൾ കാര്യവും അല്ലെങ്കിൽ പാത്രങ്ങൾ കാര്യവും. പിന്നെ അവരുപയോഗിക്കുന്ന ഒരു ഉദാഹരണം സ്വർണവും ആഭരണവും. ആഭരണം എന്നത് കാര്യവും സ്വർണം എന്നത് കാരണം. ഇതൊക്കെ നമുക്ക് വേഗം മനസ്സിലാവും, കാരണം എക്സ്റ്റേണലാണ്. ഇനി നമ്മളിലേക്ക് വരിക, ഇതാണല്ലോ പഠിക്കേണ്ടത്. നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ കാരണം ആരെയാണ് ആരോപിക്കുക? നമ്മൾ ഇങ്ങോട്ട് വരാനുണ്ടായ ഒരു കാരണം നോക്കൂ, സ്വർണവും ആഭരണവും പറയാൻ പറ്റി. അതൊക്കെ എത്ര എളുപ്പം പറയാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കാര്യം പറയുമ്പോഴാണ് ആകെ സ്റ്റക്കായി പോകുന്നത്. പോട്ടെ, നമ്മൾ കാരണം പറയാ അച്ഛനും അമ്മയും അല്ലേ? അങ്ങനെയാണല്ലോ പറയുക. ഒരച്ഛൻ്റെയും അമ്മയുടെയും ശരീരത്തിൽ നിന്നാണ് നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഉത്തരം പറയാം. ശരി, അവരുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ വരാൻ കാരണം അവരുടെ മനസ്സിലുണ്ടായൊരു വികാരമാണ്, ആണല്ലോ അല്ലേ? ഇപ്പം മനോവികാരമാണ്. ഇപ്പം മനസ്സെന്ന വികാരത്തിൽ നിന്നാണ് കർമ്മം, ബീജം അങ്ങനെയൊക്കെ രൂപം ഉണ്ടായി വരുന്നതെങ്കിൽ മനസ്സിനെ കാരണമാക്കിയെടുക്കാൻ പറ്റുമോ? ഇല്ല. മനസ്സിനെ കാരണമാക്കിയെടുത്തു, പിന്നെ ബീജം അതിൻ്റെ കാര്യമായി മാറി. ഇനി വീണ്ടും ഒന്നുകൂടി പുറകോട്ട് ചിന്തിക്കൂ. മരിച്ചു കിടക്കുന്നൊരു ഡെഡ് ബോഡിക്ക് അതിന് കാമമുണ്ടാവുമോ? അപ്പം എവിടുന്നാ വരുന്നത്? നമ്മൾ മരിച്ചു കിടക്കുന്ന ഒരു ശരീരത്തിന് ഒരിക്കലും കാമം എന്നൊരു വികാരം ഉണ്ടാവില്ല. ജീവനുള്ള ശരീരത്തിലെ കാമം എന്ന വികാരം ഉണ്ടാവുള്ളൂ എങ്കിൽ എല്ലാവരുടെയും വരവ് എവിടുന്നാണ് ആദ്യം? കേവലം മനസ്സിൽ നിന്നാണോ? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യത്തിൽ നിന്നാണ് അല്ലേ? അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഭഗവാൻ പറയുന്നത് ശരിയല്ലേ? ഇവിടെ മനസ്സെന്ന് പറയുന്ന സത്തും ശരീരമെന്ന് പറയുന്ന അസത്തും. അതെന്താ ഭഗവാനെ അങ്ങനെ സത്തും അസത്തും എന്ന് പറഞ്ഞത്? അസത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം എപ്പോഴും കൂടെയില്ലാത്തത്. അസത്ത് എന്ന് പറഞ്ഞാൽ 5 അർത്ഥങ്ങളുണ്ട് അതിനെ, വളരെ ശ്രദ്ധിക്കൂ. ഈ അസത്ത് എന്നുള്ള ശബ്ദം എന്താണ് അതിനർത്ഥം? മാറ്റമുള്ളതെന്തോ അതസത്ത്, നാശമുള്ളതെന്തോ അതസത്ത്, എപ്പോഴും കൂടെയില്ലാത്തതെന്തോ അതസത്ത്. ഈ ശരീരം എപ്പോഴും നമ്മുടെ കൂടെയുണ്ടോ? ഉണ്ടല്ലോ സ്വാമി. ഇന്ന് നിങ്ങളുടെ കൂടെയുള്ള ഈ ശരീരം 10 കൊല്ലം കഴിഞ്ഞാലുണ്ടോ? 5 കൊല്ലം കഴിഞ്ഞാലുണ്ടോ? അപ്പൊ കൂടെ ഇല്ലേ? ഇത് എന്തിനു പറയണോ? ഉറക്കത്തിലുണ്ടോ? ഉറക്കത്തിൽ നമ്മുടെ കൂടെ ശരീരമുണ്ടോ? സ്വപ്നം കാണുമ്പോഴുണ്ടോ? ഇല്ല. അപ്പൊ ഈ ശരീരത്തെ എന്ത് വിളിക്കാം? അസത്ത് എന്ന് വിളിക്കാം. മാറ്റമുള്ളത്, നാശമുള്ളത്, കൂടെ എപ്പോഴും ഇല്ലാത്തത്. ഇനിയുമുണ്ട് ഇതിന് പ്രത്യേകതകൾ. അതെന്താണത്? മരിച്ചു കഴിഞ്ഞാൽ കൂടെ വരാത്തത്. വരുമോ? വരില്ല. ഇനി എന്താണ് മറ്റൊന്നുള്ളത്? ഈ ശരീരത്തിന് വേറെ വല്ലതും ഉണ്ടോ? ഇത് മാറിക്കൊണ്ടിരിക്കും, ഇത് എപ്പോഴും കൂടെ ഉണ്ടാവില്ല, ഇത് നമുക്ക് നാശമുള്ളതാണ്, ഇത് നമ്മുടെ കൂടെ വരില്ല, ഇതിന് സുഖദുഃഖങ്ങളെ തരാൻ സാധിക്കും. ഉണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള സാധനത്തെയാണ് അസത്ത് എന്ന് വിളിക്കുന്നത്. എന്നാൽ മനസ്സ് സത്താണ്.
അതെന്താ അതിനെ സത്തെന്ന് വിളിക്കാൻ കാരണം? കാരണം ശരീരം നശിച്ചാലും ആര് നശിക്കുന്നില്ല? അത് വരാൻ ലേശം പ്രയാസമുണ്ട്. ഈ മനസ്സ് നശിക്കുന്നു എന്ന് നിങ്ങൾക്ക് സംശയം വരാൻ കാരണം, നമ്മൾ അങ്ങനെ ഉറപ്പിച്ചിരിക്കുന്നത് നമ്മൾ മരിച്ചു കഴിയുന്നതോട് കൂടിയിട്ട് എല്ലാം കഴിഞ്ഞു എന്നാണ് ചിലരൊക്കെ തീരുമാനിക്കുന്നത്. ഈ ജീവൻ നശിക്കുന്നില്ല, ബാക്കിയൊക്കെ നശിക്കുന്നു എന്നാണ്. നോക്കൂ, ഈ ജീവൻ എന്ന് നമ്മൾ ഇന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഏതിനെയാണ്? മനസ്സിനെയാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ നിന്ന് ആദ്യം പോകുന്നത് മനസ്സും പ്രാണനുമാണ്. പിന്നെ ഏത് പോകുന്നുള്ളൂ? ആ ജീവന്റെ പ്രകടനം ഇല്ലാതെയാവുന്നുള്ളൂ. ജീവൻ പോവുകയല്ല ചെയ്യുന്നത്, ആ ജീവന്റെ പ്രകടനം ഇല്ലാതെയാവുക ചെയ്യുന്നത്. മനസ്സിലായില്ല? കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഞാൻ. അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് ഈ അവയവങ്ങളൊക്കെ ചിലത് മാറ്റാൻ സാധിക്കുന്നത് അപ്പോഴും ആ ശരീരത്തിൽ ജീവന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്. പക്ഷെ എന്തില്ല? ജീവന്റെ സാന്നിധ്യമുണ്ട്, മനസ്സില്ല. അല്ലേ? ശരിയല്ലേ? ചിന്തിക്കും നിങ്ങൾ, നല്ലോണം ചിന്തിച്ചുറപ്പിക്കണം.